ഞാനിന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ടിക്ടോക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ടിക്ടോക്കിൻ്റെ അകത്ത് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വന്ന് നിങ്ങളെ അക്കൗണ്ട് വാണിംഗ് വന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് എങ്ങനെ തിരിച്ചെടുക്കാം, എങ്ങനെ ഇവർക്ക് ഈ ഒരു ടിക്ടോക്ക് ടീമായ ആൾക്കാർക്ക് എങ്ങനെ നമ്മളെ അക്കൗണ്ട് വാണിംഗ് വന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് എങ്ങനെയാണ് കൊടുക്കലെന്നാണ് ഈ വീഡിയോയിൽ നിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. പിന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലിൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കിൽ ക്ലിക്ക് ചെയ്തതിൽ ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ എൻ്റെ ടിക്ടോക്ക് അക്കൗണ്ട് ഇത് പുതിയ അക്കൗണ്ടാണ്, എൻ്റെ പഴയ അക്കൗണ്ടാണ് കാണിച്ചു തരാൻ പോണത്. അതിലാണ് ഈ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ അക്കൗണ്ടിൽ ഇപ്പോൾ കാണാനില്ല, പഴയ അക്കൗണ്ടിൽ ഈ ഒരു മുകളിലായിട്ട് അക്കൗണ്ട് വാണിംഗ് എന്ന് വന്ന് കിടക്കുന്നുണ്ട്. ഏകദേശം 22,000 ലൈക്ക്, 7,354 ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഇപ്പോൾ പോയി കിടക്കുകയാണ്. നമുക്ക് ഒരു ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആൾക്കാർ വന്ന് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതുപോലും നമുക്ക് റിപ്ലൈ കൊടുക്കാനും കൂടി പറ്റത്തില്ല. ഞാൻ റിപ്ലൈ കൊടുത്തപ്പോൾ എനിക്ക് വന്നത് റിപ്ലൈ ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല, നിങ്ങളെ അക്കൗണ്ട് ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പായി കിടക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിൻ്റെ അതൊക്കെ സ്റ്റോറി ഇടാൻ പറ്റുമല്ലോ, അതും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് അക്കൗണ്ട് നമുക്ക് 100% തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞില്ല. എന്നാലും നിങ്ങൾക്ക് ഒരു വീഡിയോക്കൊക്കെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വേഗം ഇവർക്ക് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. എൻ്റെ 4 സ്ട്രൈക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ കാണാം, ഈ അക്കൗണ്ട് വാണിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് സ്ട്രൈക്ക് വന്നതെന്ന് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, 4 വീഡിയോ വന്നിട്ടുണ്ട്. വീഡിയോക്കാണ് എനിക്ക് സ്ട്രൈക്ക് വന്നിരിക്കുന്നത്. ഇത് കമ്മ്യൂണിറ്റി ഗൈഡൻ സ്ട്രൈക്കാണ്. ഇത് പെർമനൻ്റ് ബാനഡ് ആണ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാ എൻ്റെ പെർമനൻ്റ് ആയിട്ട് ബാൻ ചെയ്തെന്നാണ് പറഞ്ഞത് ഈ ഒരു അക്കൗണ്ട്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അത് ബാൻ ആയിക്കണം, ഇനി അത് തിരിച്ച് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഒരു സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗം നോക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതിൻ്റെ താഴത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, വീഡിയോയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടിയത് അതിൻ്റെ അകത്ത് വ്യൂസ് ഒന്നും വരുന്നത്, ആ വ്യൂസ് വന്നതൊന്നും അവിടെ കാണാണ്ടാവില്ല. കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഗൈഡൻ സ്ട്രൈക്ക് പറഞ്ഞാണ് കാണിക്കേണ്ടത്. അതിൽ വേഗം ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ആക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റിപ്പോർട്ട് എങ്ങനെ കൊടുക്കില്ല, മുകളിൽ ആ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം, സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം, താഴോട്ട് നീക്കുക, കുറച്ച് താഴോട്ട് നീക്കിയാൽ ഇവിടെ റിപ്പോർട്ട് പ്രോബ്ലം എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്നത് ലോഡിങ് ആവും. ലോഡിങ് ആയതിനു ശേഷം കുറച്ച് ഇവിടെ ഈ ഒരു താഴത്തായിട്ട് അക്കൗണ്ട് ആൻഡ് പ്രൊഫൈൽ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് പ്രൊഫൈൽ എന്നുണ്ടാവും, താഴത്ത് പ്രൊഫൈൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ പേജ് എന്നാണ്, ആ പ്രൊഫൈൽ പേജിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, താഴത്ത് നന്നതായത്. ഈ ലോഡിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇസ് യുവർ പ്രോബ്ലം റീസോൾവ്ഡ് ആയോ ആയില്ലെന്ന് ചോദിക്കും. അതിൻ്റെ അകത്ത് നിങ്ങൾ നോ കൊടുക്കുക. ഓക്കെ, ആ നോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് യുവർ ഫീഡ്ബാക്ക് സബ്മിറ്റഡ് എന്ന് കാണിക്കും. അതിൻ്റെ താഴത്ത് നീഡ് മോർ ഹെൽപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റിങ്സിൻ്റെ അകത്തോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ചെയ്യണം. ഈ ഒരു അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തേക്കണം. അക്കൗണ്ട് വാണിംഗ് വന്നതും അതുപോലെ നിങ്ങളെ ഫോട്ടോ അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രൊഫൈൽ മുഴുവനായിട്ടുള്ള അക്കൗണ്ട് മൊത്തത്തിൽ കാണുന്ന രൂപത്തിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തതിന് ശേഷം ഇനി അക്കൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പോകണം. നമ്മൾ ലാസ്റ്റൊക്കെ കാണിച്ച ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്ന സ്ഥലം. ഇതിനകത്ത് നമുക്കൊരു സ്ക്രീൻഷോട്ട് കൊടുക്കാനുള്ളൊരു സ്ഥലമാണിത്. ഈ താഴത്തുള്ളൊരു ഫോട്ടോ കൊടുക്കാനുള്ള ഒരു ഓപ്ഷന്, വീഡിയോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോ കൊടുക്കാൻ. അപ്പോൾ സ്ക്രീൻഷോട്ട് കൊടുക്കാനായിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തുള്ള ഫോട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിക്കുക. അപ്പോൾ അപ്ലോഡിങ് എന്ന് പറഞ്ഞാൽ കാണിക്കും. അപ്ലോഡിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ വന്ന് കിടക്കണ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആ ഫോട്ടോൻ്റെ മറ്റേ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ ഉള്ളത് ആണെന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം 4 വീഡിയോക്ക് സ്ട്രൈക്ക് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിടാവുന്നതാണ്. 4 ഫോട്ടോ വിടാൻ പറ്റും. ഓക്കെ, ഇനി മുകളിൽ ഈ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള മുകളിലായിട്ട്
കൊടുക്കാനുള്ളിടത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കണം. അതിൻ്റെ കുറച്ച് എഴുതി വെച്ചത് ഞാൻ വേറെ സ്ഥലത്ത് നല്ലപോലെ എഴുതി കണ്ട് ഇവിടുന്ന് കോപ്പി ചെയ്ത് കണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്താണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതണം. ഡിയർ ടിക്ടോക്ക് ടീം, ഐ ആം വെയിറ്റിംഗ് കമ്മിങ് ടു മൈ അക്കൗണ്ട്. ഐ ആം റിയലി സോറി. മൈ മിസ്റ്റേക്ക്. ഫസ്റ്റ് ഡെഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദീസ് റൂൾസ് പ്ലീസ് റിവ്യൂ മൈ അക്കൗണ്ട് ആൻഡ് റിമൂവ് വെയിറ്റിംഗ് അങ്ങനെ എന്താണ് അതിന് താഴത്ത് യൂസർ നെയിം, നിങ്ങൾ ആ ഒരു ടിക്ടോക്കിൻ്റെ യൂസർ നെയിം, അത് പേര്, അതായത് ആ ഒരു പേജിൻ്റെ നെയിം കൊടുക്കണം. യൂസർ നെയിം നിങ്ങൾ എഴുതിയതിന് ശേഷം ഒരു ഡോട്ട് ഇട്ടെടുത്തിട്ട് അതിനകത്ത് നിങ്ങളെ ആ ഒരു ചാനലല്ല പേജിൻ്റെ ആ ടിക്ടോക്കിൻ്റെ നെയിം അവിടെ എഴുതണം. അതിനുശേഷം റിപ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, റിപ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലോഡിങ് ആയതിനു ശേഷം ഇങ്ങനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ കൊടുക്കലാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ജൂലൈ 31 ആണ്, 9/17 ഞാൻ ഇപ്പോൾ കൊടുത്തത്. അതതിന് മുമ്പുള്ള ജൂലൈ 29 കൊടുത്തതാണ് ഞാൻ 9 മണിക്ക്. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ റിപ്ലൈ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കരുത്. ഇങ്ങനെ കൊടുത്ത് ഇട്ടാലേ നമുക്ക് അക്കൗണ്ട് തിരിച്ച് കിട്ടുമോ കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് കൊടുത്തിടുക.